ഹൃദയങ്ങളെ നന്നായി തൂക്കി നോക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകലിൽ നമ്മളെ സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളറിയാതെ നമ്മുടെ ആത്മമണ്ഡലങ്ങൾ ചലിക്കുവാൻ തുടങ്ങി. ശമാനഘാതൂരവശന്തരി അതിനാരകൽ പ്രൗഢിയാമനാരകന്തിരി നമ്മുടെ ഉള്ളറകളിൽ നിന്ന് ഹല്ലേലൂയ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിഷമങ്ങളെ സ്പോഞ്ച് പോലെ ഹല്ലേലൂയ ഒപ്പിയെടുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. താങ്ക് യു ജീസസ്. എല്ലാവരും ഒരു നിമിഷം ഹല്ലേലൂയ പൂർണ്ണമായിട്ട് സമർപ്പിക്കാമല്ലോ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ സ്വർഗ്ഗത്തോട് സംസാരിച്ച് തുടങ്ങാമല്ലോ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മൾ ഏകാഗ്രതയോടെ ഹല്ലേലൂയ മുഖത്തേക്ക് നോക്കിയാൽ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കറക്റ്റ് എന്നെ ഏൽപ്പിച്ച സമയത്തിൽ തന്നെ ദൈവം അനുവദിച്ചാൽ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഹല്ലേലൂയ സ്വർഗവുമായിട്ട് സംസാരിക്കുന്ന സമയമാക്കി ഈ സമയത്തെ മാറ്റാമല്ലോ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമുക്ക് ഓരോരുത്തർക്കും ഈശോയോട് സംസാരിക്കാമല്ലോ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് അപ്പച്ചനോട് സംസാരിക്കാമല്ലോ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാമല്ലോ. കർത്താവിൻ്റെ മുഖം ഹല്ലേലൂയ ശോഭ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശുപ്പച്ചൻ്റെ മുഖത്തിൽ നിന്നുള്ള ശോഭ നമ്മുടെ ഈ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി. നമ്മൾ ഈ വേദപുസ്തകം എടുത്ത് നോക്കിയാൽ ഈ കർത്താവിന്റെ ശോഭ ഇറങ്ങി വന്നത് കൊണ്ട് വിളങ്ങിയ ദൈവദാസന്മാരെയാണ് നമുക്ക് ഈ വേദപുസ്തകത്തിൽ കാണാം. അനേകം മനുഷ്യർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. There are many people who came to this world. അനേകം ബുദ്ധി സംഹിതകൾ ഈ ലോകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. There are many books written by many intelligent people. എന്നാൽ ഹല്ലേലൂയ സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ സംഭവിച്ചിട്ടുള്ള ഏക പുസ്തകം നമ്മുടെ ബൈബിൾ മാത്രം. But the Bible is the only book which consists of all the supernatural miracles happened. ദൈവമക്കളെ, നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ മനുഷ്യരായിട്ട് ജീവിക്കുമ്പോൾ while we are all living like a human in this world, നമ്മളെ സ്വർഗീയന്മാരെന്നാണ് അറിയപ്പെടുന്നത്. we are known as heavenly people. നമ്മൾ ഒരിക്കലും ഈ ലോകത്തെ മനുഷ്യരല്ല. We don't belong to this world. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. If one man is in Christ, he is a new creation. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. My dear children, just listen here. നമ്മൾ ക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം മാറുകയാണ്. When we come to our Lord Jesus, our life is going to change. ഈ ഒരു മാറ്റമാണ് ഈ ലോകത്തെ മാറ്റിയ മാറ്റം. And this is the change which changed the whole world. യഹോവയുടെ അഭിഷേകൻ എവിടെ ഉണ്ടോ അവിടുത്തെ അന്തരീക്ഷം ആ മനുഷ്യൻ മുഖാന്തരം മാറുന്നത് നമുക്ക് കാണാം. Wherever there is an anointed person of God, the situation changes in this place. കാരണം ദൈവത്തിന്റെ അഭിഷേകന്മാർ വഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് അതിന്റെ റീസൺ. Because the reason is that the presence the anointed man is carrying around. ഈ ലോകത്തിന്റെ ബുദ്ധിമണ്ഡലങ്ങൾ തോക്കുന്നെടുത്ത് കർത്താവിന്റെ കരം പ്രവർത്തിക്കാൻ തുടങ്ങും. Where the knowledge and wisdom of this world fails, the hands of the Lord starts to work. ഈ ലോകത്തിലെ ഏത് കണ്ടുപിടുത്തങ്ങൾ നോക്കിയാലും അതിന്റെ പിന്നിൽ ഒരു ദൈവകരം നമുക്ക് കാണുവാൻ കഴിയും. Whatever inventions we can see in this world, behind that we can see the hand of the Lord. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന അഭിഷേക്തന്മാരെ ഒരിക്കലും മറക്കാത്തവനാണ് നമ്മുടെ കർത്താവ്. Our God is the God who will never forsake the anointing of God who looks in his face. ദൈവമക്കളെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം പറയാം. Let me say something very honestly to you. ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയത്തിലുള്ള ഏത് വിഷയമാണെങ്കിലും അത് കർത്താവിന്റെ കരത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ, this morning whatever we have in our life, if we honestly submit in the hands of the Lord, നിങ്ങൾക്ക് ആ വിഷയത്തിന് മറുപടി ലഭിച്ചിരിക്കും. you will definitely receive an answer for that topic. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഒരു പുസ്തകത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന പടമല്ല. The God whom we believe is not a God, it's a sketch in a book. ജീവൻ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ജീവൻ ചലിക്കുന്ന ശബ്ദമാണ്. This voice is the one when it says that let there be life, and the life comes up. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഇരുട്ടിലേക്ക് വെളിച്ചം കടന്നു വരുന്ന ശബ്ദമാണ് നമ്മുടെ When ദൈവം. he says let the light be there, the light penetrates into the darkness. ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ശബ്ദം മനുഷ്യർ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലെ ഭയം ഉരുണ്ടു മാറും. When man hears the voice, fear not, all the fear on the life goes away. നമ്മൾ ഇന്ന് പകലിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വിഷയം ഏതാണെങ്കിലും കർത്താവ് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് സമർപ്പിക്കുക. This morning, whatever our matter may be, when we talk to Jesus, we open our eyes
to listen to him. ഹല്ലേലൂയ. നമ്മൾ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ദൈവമക്കളെ നമുക്ക് നഷ്ടമായി തീരും. If we are sitting here thinking about the things around us, it will be a failure for us. യേശുവിന്റെ കൂടെ 600,000 വരുന്ന ജനങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. There are thousands of multitude which surrounded Jesus all the time. എന്നാൽ അവർക്ക് എല്ലാവർക്കും അവർ ആഗ്രഹിച്ചത് യേശു കൊടുത്തിട്ടുണ്ട്. But God, Jesus always provided what they wished for. ആ കൂട്ടത്തിൽ അപ്പം തിന്നാൻ വന്നവരുണ്ട്. There were people who come to eat the bread. അവർക്കെല്ലാം കർത്താവ് അപ്പം കൊടുത്തിട്ടുണ്ട്. Jesus gave them all bread. അവരുടെ കൂടെ അത്ഭുതങ്ങൾ കാണാൻ വന്നവരുണ്ട്. The people came to see the miracles. അവരെല്ലാം അത്ഭുതം കണ്ട് They മടങ്ങിപ്പോയി. all see the wonders. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ യേശു 3 പേരെ തിരയുകയാണ്. But in midst of them, Jesus was searching for 3 people. തന്റെ ഹൃദയം ഒന്ന് പകർന്നു കൊടുക്കുവാൻ വേണ്ടി യേശു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Jesus was looking to pour out his heart to them. ഇന്ന് ഈ സഭയിൽ നമ്മുടെ ഇടയിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. This church this morning, Jesus is looking for someone. നിങ്ങളുടെ ഹൃദയത്തോട് കർത്താവിന് എന്തോ സംസാരിക്കുവാൻ. Jesus want to speak to your heart now. നമ്മുടെ ഹൃദയത്തോട് കർത്താവിന് എന്തോ സംസാരിക്കുവാൻ. Jesus want to speak to your heart this morning. ഒരുപക്ഷേ ഇന്നലെ നീ മീൻ പിടിച്ചുകൊണ്ട് നടന്നവനായിരിക്കാം. Maybe you are a person who is a fisherman. ഒരുപക്ഷേ ഇന്നലെ നീ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് നടന്ന വ്യക്തിയായിരിക്കാം. Maybe you are a tax collector. എന്നാൽ ഇന്ന് രാവിലെ യേശുവിന് നിന്നോട് സംസാരിക്കാനുണ്ട്. But this morning Jesus wants to talk to you. സങ്കീർത്തനങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കാണുവാൻ കഴിയും. When you read the Psalms, we can live like this. സേല എന്നാണ് ആ വാക്ക് It പറയുന്നത്. says Selah. ആ വാക്കിന്റെ അർത്ഥം ഒന്ന് നിൽക്കുക, That means just stop there ഒന്ന് ചിന്തിക്കുക. and think about it. ദൈവമക്കളെ, ഇന്ന് ഈ പകലിൽ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. This morning, let me remind you one more time. നമ്മൾ ഓടി 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 പോവുകയാണ്. We are running away, running away. നമ്മളെല്ലാം ഉപജീവന മാർഗത്തിന് വേണ്ടി കഠിന ത്യാഗം ചെയ്ത് അധ്വാനിക്കുകയാണ്. We are trying hard for our daily needs. ഇവൻ ഞാനും അധ്വാനിക്കുകയാണ്. I am doing the same as well. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് ഒരു നിമിഷം ഒന്ന് നിൽക്കാൻ പറ്റുമോ? But this morning, let me ask you, can we stop for a halt for a minute? നമ്മൾ ഈ ഓടിയതും അധ്വാനിച്ചതും ഒന്നും വെറുതെ ആകാതിരിക്കുവാൻ വേണ്ടി ഒരു നിമിഷം നമുക്കൊന്ന് നിൽക്കാൻ പറ്റുമോ? Can we stop so that whatever we run for shouldn't be a vain for us? ഈ ലോക ദൈവാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുന്നു. The Holy Spirit is talking this ഹല്ലേലൂയ. ഈ morning. ലോകത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ നീ സമ്പന്നനായിരിക്കാം. When we look at the eyes of this world, you might be a rich man. എന്നാൽ നിന്റെ ഭവന അന്തരീക്ഷത്തിൽ നീ ശൂന്യനാണ്. But inside your house, you are ഓ nothing. ജീസസ്, നിന്നെ നിന്റെ ഹൃദയത്തെ നന്നായി അറിയാവുന്ന കർത്താവ് ഇന്ന് പകലിൽ പറയുന്നു. Jesus Thank you, knows Holy you Spirit. and your heart. ഇന്ന് നീ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാണോ? Can you submit yourself? ആണെങ്കിൽ സ്വർഗത്തോട് സംസാരിച്ചു തുടങ്ങാമല്ലോ. If it is likewise, start talking to the Father. സ്വർഗത്തിലെ എല്ലാ മഹിമകളും വെടിഞ്ഞ് He has left out all the glory of the ഈ heavens. പാപം നിറഞ്ഞ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ And he came down to the sinful world. ലോകത്തിലെ ഏറ്റവും ശക്തനായ കർത്താവ് തയ്യാറായി. That Jesus was ready for that. അതെന്തിനാണെന്ന് അറിയാമോ? Do you know why? അത് നമുക്ക് വേണ്ടിയാണ്. For us. അത് നമുക്ക് വേണ്ടിയാണ്. Just for us. നമ്മൾ ഈ ഓടുന്നത് പകുതിയും കർത്താവിന്റെ കരത്തിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയൊന്നും ഓടേണ്ട വരത്തില്ല. If we submit half of what we are running for into the hand of Jesus, we wouldn't have to struggle so much. കർത്താവ് പറഞ്ഞു, നിന്റെ ഭാരം എന്റെ മേൽ വെക്കുക. Jesus said, cast your burden upon me. എന്നാൽ നമ്മൾ നമ്മുടെ ഭാരവും കൊണ്ടാണ് ഓടുന്നത്. But always we are running around with our burden. എന്നാൽ ദൈവമക്കളെ ഒന്ന് നിന്നാട്ട്. But my child of God, just hold on. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരങ്ങൾ ക്രൂശിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ Can you പറ്റുമോ? transfer your burden to the Calvary cross too? നിങ്ങൾക്ക് ക്രൂശിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണമെങ്കിൽ If you want to transfer to the cross, ആദ്യമേ നിങ്ങൾ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യണം, വിശ്വസിക്കണം. first of all you have to trust the Lord and believe in അത് Him. കഴിഞ്ഞ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ And after that, when we transfer, കർത്താവ് അത് ട്രാൻസ്ഫോം ചെയ്യും. my Jesus will transform you. നമ്മൾ ഒരിക്കലും മറക്കരുത് ഈ 3 വാക്കുകൾ. These 3 words we should never forget. വിശ്വസിക്കുക, Believe, ട്രസ്റ്റ് ചെയ്യുക, trust, ഹല്ലേലൂയ, ട്രാൻസ്ഫർ and ചെയ്യുക. transfer. ട്രാൻസ്ഫോം ചെയ്യുന്ന കർത്താവ്. There is a Jesus who transforms. നമുക്ക് നമ്മുടെ ഭാരങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല. With our burden, we can't do anything. നമ്മുടെ പ്രശ്നങ്ങൾക്കൊന്നും നമുക്ക് സൊല്യൂഷൻസ് ഇല്ല. Our problems doesn't have a solution. നമ്മൾ ഇന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ നാളെ അടുത്ത പ്രശ്നം വരികയാണ്. We will find a solution today, but tomorrow we might face another one. ഈ ലോകം അവസാനിക്കുന്നത് വരെയും പ്രോബ്ലംസ് ഈ ലോകത്തിൽ ഉണ്ടായിരിക്കും. Till the world ends, we will be facing many problems. ഞാൻ പ്രോബ്ലത്തെ കുറിച്ച് പ്രസംഗിക്കുകയല്ല, I am not talking about problems, എന്നാൽ അതിന്റെ സൊല്യൂഷൻ നിങ്ങളാണ്. but there is a solution with you. ഈ ലോകത്തിലെ ഏത് പ്രശ്നത്തിന്റെയും സൊല്യൂഷൻ ദൈവമക്കളാണ്. All the solution of all the problems is the child of God. ഈ UK
എന്ന് പറയുന്ന ഈ കൺട്രി ഇത്രയും ധാർമ്മികമായി അധപ്പതിച്ച് നിൽക്കുമ്പോൾ, when UK is gone down below with the spiritual life, ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, let me tell you one thing. ഈ യുകെയുടെ വിടുതൽ നിങ്ങളുടെ കയ്യിലാണ്. The deliverance of UK is in our hands. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ അനേകർ സ്വതന്ത്രരായി In തീരും. your prayer room, many should be delivered. നമ്മുടെ സമയമെല്ലാം പ്രയോജനപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. We are standing, living in a time when our time has to be utilized. യേശു തന്റെ അരിമ ശിഷ്യന്മാരോട് പറഞ്ഞു, Jesus called his beloved disciples. നിങ്ങൾ കാണുവാൻ ആഗ്രഹിച്ചവർ പലരും ഇന്ന് ലോകത്തിലില്ല. What you Thank you, Jesus. wanted to see, many people are not in the world. ദൈവമക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, Let me tell you one thing. നമ്മൾ ഈ കാണാൻ ആഗ്രഹിച്ച പലരും ലോകത്തിൽ ഇന്നില്ല. What we seeing today, many people desire to see that, but they are not in this world. ഈ പ്രശ്നസങ്കുലിതമായ ലോകത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, When we keep our step in this problematic world, നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വഴിമാറാൻ തുടങ്ങും. our problems in front of us will go away. 600,000 വരുന്ന ഒരു ജനത്തെയുമായിട്ട് മോശ എന്ന് പറയുന്ന യഹോവയുടെ ഭക്തൻ നടന്നു പോവുകയാണ്. The saint Moses, he started to walk with lot of multitude around him. ഒരു നിമിഷം ആ യാത്രയിലേക്ക് നമുക്കൊന്ന് നോക്കാമല്ലോ. Let's go and focus on the journey. തന്റെ മുമ്പിലും പിമ്പിലും തനിക്ക് എന്താണെന്ന് അറിയത്തില്ല. He don't know what is in front and behind him. താൻ നടന്നു വന്ന് നിൽക്കുന്നത് ഒരു കടലിന്റെ മുന്നിലാണ്. He is coming and standing in front of a sea. നമ്മൾ പ്രതികൂലത്തിന്റെ മുമ്പിൽ എത്തുമ്പോഴാണ് നമ്മുടെ അകത്തുള്ള യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വരുന്നത്. When we face a problem, our true self comes out. ദൈവമക്കളെ, ഇത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നൊന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. This has to be learned from our experiences. പല സ്വഭാവങ്ങളും നമ്മൾക്കില്ല എന്ന് നമ്മൾ അവകാശപ്പെട്ടാലും നമ്മൾ കഷ്ടതയുടെ നടുക്കുകൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ അകത്ത് ഒളിച്ചിരിക്കുന്ന സ്വഭാവങ്ങൾ പുറത്തു വരുവാൻ തുടങ്ങും. Many times we hide our natures, but in front of the problems, our hidden natures come out. നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമ്മളോട് ഏറ്റവും അടുത്ത് ഇടപെടുന്നവർക്ക് മനസ്സിലാക്കാൻ അറിയാം. Our true self is known to many people who are close to us. എന്നാൽ നമ്മൾ ആ സീക്രട്ട് പ്ലേസിലേക്ക് പരിശുദ്ധാത്മാവിനെ ഇൻവൈറ്റ് ചെയ്യണം. But you have to invite the Holy Spirit to the secret place. ദൈവമക്കളെ, നമ്മുടെ സ്വഭാവങ്ങൾ രൂപാന്തരപ്പെടണം. Our behavior has to be transformed. എന്നാലേ കർത്താവിന് നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ പറ്റൂ. Then only God can work through us. കർത്താവ് തന്റെ അരിമ ശിഷ്യന്മാരിൽ 3 പേരെയും കൊണ്ട് മലയിലേക്ക് കയറി പോവുകയാണ്. Jesus called his 3 beloved disciples and he started the climbing the mountain. ദൈവമക്കളെ, എപ്പോഴും കർത്താവ് തന്റെ ഹൃദയം പകരുവാൻ വേണ്ടി ഒരു കൂട്ടത്തെ നോക്കിയിരുന്നു. Always Jesus was looking for a group to whom he can pour out his heart. ഇന്ന് നമ്മുടെ ഇടയിൽ അതിന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Is anybody sitting here desire to that? You submit yourself and you can realize that. യേശു പറഞ്ഞ പല ഉപമകളും തന്റെ ശിഷ്യന്മാരോട് വിശദീകരിച്ച് ആരുമില്ലാത്തപ്പോൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് നമുക്ക് വായിക്കാൻ We ഇടയാകും. can read in the Bible that many parables which Jesus said to his disciples when there was no one around. He explained the parables to them. കാരണം കർത്താവിന് അവരെ ഭയങ്കര വിശ്വാസമായിരുന്നു. Because Jesus had true faith in him. ദൈവമക്കളെ, ഞാൻ ചോദിക്കാം, നമ്മളെ കർത്താവിന് വിശ്വസിക്കാമോ? Let me ask you a question. Thank you, Jesus. Lord, can trust us? ഞാൻ നിങ്ങളെ അല്ല എന്നെയും കൂടെ ചേർത്താണ് ചോദിക്കുന്നത്. I am including myself in that question. കർത്താവിന് പറയാമോ അവനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന്? Can Jesus say that I can trust this person? ദൈവമക്കളെ, നമ്മൾ യഥാർത്ഥമായിട്ട് കർത്താവിൽ നിന്ന് കേൾത്ത് യാത്ര ചെയ്യുന്നവരാണോ? Are we the people who honestly listen from the Lord and travel? നമ്മൾ മണിക്കൂറുകളോളം കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. Hours and hours we spend time in prayer. എന്നാൽ ഞാൻ ഇന്ന് പകലിൽ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. But that's a question we ask ourselves. നമ്മൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മൾ ഇരുന്നിട്ടുണ്ടോ? Have we sat in the presence of the Lord to listen to what Jesus wants to talk to us? നമ്മൾ പാട്ട് പാടാറുണ്ട്, We sing, നമ്മൾ വചനം വായിക്കാറുണ്ട്. read the word of God. എന്നാൽ കർത്താവ് പറയുന്നത് കേൾക്കാൻ നമ്മൾ ഇരുന്നിട്ടുണ്ടോ? But have you sat to listen to what Jesus has to talk to us? കർത്താവ് പറയുന്നത് കേൾക്കാതെ എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്? Without listening to the words of God, how can we finish the communication? ദൈവമക്കളെ, നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തി വെറുതെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബോറടിക്കും. When we are talking to a person and he listens to you silently, we will be getting bored. എന്നാൽ നമ്മൾ സംസാരിക്കുന്ന വ്യക്തി നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ഹല്ലേലൂയ, ആ സംഭാഷണം ഒരിക്കലും ഒരു ബോറായിട്ട് മാറത്തില്ല. But if the person listening to us, he understands and responds back to us, then that talking is not never getting bored. ദൈവമക്കളെ, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല. Christianity is not a religion. പെന്തക്കോസ്ത്
എന്ന് പറയുന്നത് ഒരു മതമല്ല. Pentecostalism is not a religion. അതൊരു മതം അല്ല. It's not a religion. എന്നാൽ നമ്മൾ അതിനെ മതമാക്കി മാറ്റി. But we are turning it into a religion. എന്നാൽ പെന്തക്കോസ്താലിസം എന്ന് പറഞ്ഞാൽ അതൊരു റിലേഷൻഷിപ്പ് ആണ്. But Pentecostalism is a relation. കർത്താവുമായിട്ട് ബന്ധമില്ലാതെ മതം കളിക്കുവാൻ വേണ്ടിയല്ല കർത്താവ് നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. God hasn't kept us in the world that we should play a religion without Christ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നമ്മുടെ ഇടയിലേക്ക് നോക്കുകയാണെങ്കിൽ ബന്ധമുള്ള എത്ര പേരുണ്ട് കർത്താവുമായിട്ട്? Jesus is looking in midst of us. How many have a true relationship with God? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. We are praying all the time. നമ്മൾ ഉപവസിക്കുന്നുണ്ട്. We are fasting. നമ്മൾ പല പല മതത്തിന്റെ ആചാരങ്ങളും ചെയ്യുന്നുണ്ട്. Many times we are doing many rituals. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, Let me ask you one thing. യേശു അപ്പായുമായിട്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടോ? How do you have a communication channel with your Father? ഞാൻ ആരെയും വിമർശിക്കാൻ I'm പറയുകയല്ല. not criticizing anyone. എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. But Jesus said one thing. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ When you start to pray, നിങ്ങളുടെ മുറിയുടെ കതക് അടയ്ക്കണം. close your door. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ And തുടങ്ങണം. you start talking to നിങ്ങൾ me. പിതാവിനോട് സംസാരിക്കാൻ തുടങ്ങണം. You first talk to your Father. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? In your personal life, do you have this experience? നമ്മൾ കൂട്ടത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, ഒത്തിരി ബെറ്റർ ആണ്. It's a better and good thing to sit in a group and pray. കൂട്ടായ്മയിലൂടെ മാത്രമാണ് ദൈവസഭ Only വളർന്നിരിക്കുന്നത്. through fellowship the church has grown. ഞാൻ അതിനെ ഒത്തിരി അപ്രീഷിയേറ്റ് I ചെയ്യുന്നുണ്ട്. appreciate that. എന്നാൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ But in our personal life, കർത്താവുമായിട്ട് ഒരു സീക്രട്ട് പ്ലേസ് നമുക്കുണ്ടോ? do you have a secret place with Jesus? നമുക്ക് ആ ചിന്ത നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ തന്നെ While the thought is in our mind, നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഇന്ന് ധ്യാനത്തിനായിട്ട് let's turn our attention. ലൂക്കോസിന്റെ സുവിശേഷം Gospel of Luke. 10-ാം അധ്യായം ഒന്ന് എടുക്കാമല്ലോ. Let's take chapter 10. അതിന്റെ 38 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. And we read from the 38 verses onwards. Thank you, Jesus. Hallelujah. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാട്ടെ. ഒന്നുകൂടെ ആന്റി ഒന്ന് വായിക്കാമോ പ്ലീസ്? അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അവൻ ഒരു ഗ്രാമത്തിലെത്തി. വായിച്ചാട്ടെ ആന്റി. സ്തോത്രം. അതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒരു നിമിഷം ഞാൻ പറയാം. കർത്താവ് ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏറ്റവും നടന്ന വ്യക്തിത്വങ്ങളുടെ പേരെടുത്ത് നോക്കിയാൽ അതിലൊരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. കർത്താവ് ഒരുപാട് നടന്ന് തൻ്റെ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു കർത്താവ്. Jesus was the person who walked around a lot and spread the gospel and worked hard for it. യേശു രോഗികളെ തേടി നടന്നു. Jesus went seeking the ill people. യേശു പാപികളെ തേടി നടന്നു. He seeked the people who were sinners. യേശു രോഗികളെ കണ്ട് മാറി നടന്നിരുന്നില്ല. And he never go aside from a sick person. യേശു ഒരു പാപിയെ പോലും തള്ളിക്കളഞ്ഞിരുന്നില്ല. And he never ignored a sinful person. തന്റെ ജീവിതത്തിൽ എപ്പോഴും ഹല്ലേലൂയ നടന്ന് പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കർത്താവിന്റെ. He was a person who walked around everywhere and did his works. ദൈവമക്കളെ, ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും This world we might be a very busy person. നമുക്ക് വേണ്ടി നടന്ന ആ യേശുവിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുവാൻ നമ്മൾ തീരുമാനമെടുക്കണം. We have to make a decision that we should spend some time for Jesus. നമ്മൾ കർത്താവിന് വേണ്ടി നടക്കുവാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറാൻ When തുടങ്ങുന്നത്. we want to start walking with Jesus, our situation changes. നമ്മൾ ഇന്ന് തീരുമാനമെടുക്കണം. കർത്താവിന് വേണ്ടി നടക്കുവാനുള്ള കൃപ എന്നിൽ പകരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീരുമാനമെടുക്കാം. We should make a decision with prayer that Lord help me to walk with you. എന്നാൽ യേശു ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ ഗ്രാമത്തിൽ മാർത്ത എന്ന് പറയുന്ന സ്ത്രീ യേശുവിനെ ആ വീട്ടിലേക്ക് കൈക്കൊള്ളുകയാണ്. We can see that when Jesus was entered a village, a certain woman named Martha received him into her house. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. And she had a sister called Mary. അവൾ കർത്താവിന്റെ അടുക്കൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. And we can see that she sat in the feet of Jesus and listened to the word of God. ആ വാക്യം നമ്മൾ വായിച്ചിട്ട് ഓടിപ്പോകരുത്. We shouldn't run away from there. അവിടെ ഒരു നിമിഷം ഒന്ന് നിന്നാട്ട്. Shall we stay there in the words? മാർത്ത ഒരുപാട് അധ്വാനിക്കുകയാണ്. Martha is a person who is working hard. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. I understood
understood one thing when I meditated. മാർത്ത യേശു വരുന്നുണ്ടെന്ന് പറഞ്ഞ് വീട് വൃത്തിയാക്കുവാൻ വേണ്ടി ഒരുപാട് അധ്വാനിച്ചു കാണാം. Martha might have cleaned the house because she came to know that Jesus was coming. പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി കാണാം. She might have cleaned all the utensils. എല്ലാ കാര്യങ്ങളും മാർത്ത ധൃതി വെച്ച് ചെയ്യുകയാണ്. Great speed, she was doing everything. മാർത്തയുടെ അടുത്ത് ചോദിച്ചാൽ ഇന്ന് കർത്താവ് എന്റെ വീട്ടിൽ വരും, അതിനുള്ള ഒരുക്കങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മാർത്തയ്ക്ക് പറയാം. Martha, she will say that because Jesus is coming to my house, I am making this preparation. മാർത്ത തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം മാനുഷികമായി അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ And in her humanly way, she was trying hard how much she can do. മാർത്തയുടെ ഒരു സഹോദരിയുണ്ട്. There is a sister of Martha. അവളുടെ പേര് മറിയ എന്നാണ്. Her name is Mary. ഞാൻ ഈ മറിയയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് Before I speak about Mary, നമ്മുടെ വേദപുസ്തകത്തിൽ പല മറിയമാരെ നമുക്ക് വായിക്കാൻ പറ്റും. in the Bible we can see and read about many Marys. അതൊന്ന് ക്ലാരിഫൈ ചെയ്യുവാൻ വേണ്ടി, ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ പറയാം. ഒരിടത്ത് നമുക്ക് മഗ്ദലക്കാരത്തി മറിയയെ കുറിച്ച് കാണുവാൻ പറ്റും. For clarification, let me tell you, we can read about Mary the Magdalene. രണ്ടാമത് യേശുവിന്റെ അമ്മ മറിയയെ കുറിച്ച് പറയാൻ പറ്റും. Secondly, says about Mary the mother of Jesus. എന്നാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബെഥാനിയയിലുള്ള മറിയയെ കുറിച്ചാണ്. Here we are speaking about a Mary who was in the city of village of Bethany. ഈ മറിയയ്ക്ക് ഒരു സഹോദരനുണ്ട്. And she had a brother. ആ സഹോദരന്റെ പേര് ലാസർ എന്നാണ്. His name was Lazarus. ഈ മറിയയ്ക്ക് മറ്റൊരു സഹോദരിയുണ്ട്. And she had a sister. ആ സഹോദരിയുടെ പേര് And that sister's name is Martha. Martha. നമുക്ക് ഈ മറിയയെ ഒന്ന് നോക്കാം. Let's look upon this Mary. 39ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 39th verse say like this. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. She had a sister like Mary. അവൾ കർത്താവിന്റെ അടുക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. And she was sitting in the feet of Jesus as listening to the word. കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് വചനം കേൾക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. It is a great blessing to sit in the feet of Jesus and listen to his word. നമ്മൾ ഈ ലോകം പറയുന്ന രീതിയിൽ ഓടി ഓടി ക്ഷീണിക്കുവാനുള്ളവരല്ല. We are not the people who should get tired running listening to the word. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്ന് കർത്താവിന് പറയുവാനുള്ളത് എന്താണെന്ന് കേൾക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. We are the called people who has to sit in the presence of God and listen to what he is speaking to us. ദൈവമക്കളെ, ഇന്ന് ദുഃഖത്തോടെ ഞാൻ ഒരു കാര്യം പറയാം. Let me tell you something with great sorrow. നമുക്കാർക്കും കർത്താവിനോട് കൂടെ ഇരുന്ന് കർത്താവ് പറയുന്നത് കേൾക്കുവാൻ സമയമില്ല. We don't have time to sit in the presence of God and listen to what he is saying. എന്നാൽ മറിയ അവിടെ ചെയ്തത് നിങ്ങളൊന്ന് നോക്കിയാട്ടെ. That's what Mary is doing there. മറിയ അവിടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്, കർത്താവിന്റെ വചനം കേൾക്കുവാൻ. She is sitting in the feet of Jesus to listen to him. നമ്മൾ ഒരുപക്ഷേ ദൈവസഭയെ നല്ലോണം സഹായിക്കുന്ന വ്യക്തികളായിരിക്കാം. Maybe we are a person who help the church of God. പാവിരിക്കുന്നത് നമ്മളായിരിക്കാം. We might be putting up the church. നമ്മളായിരിക്കാം ഇവിടുത്തെ ശുശ്രൂഷകളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ചെയ്യുന്ന We വ്യക്തി. might be leading and serving the important things in the church. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, കർത്താവിന്റെ പാദത്തിൽ ഇരുന്ന് കേൾക്കുവാൻ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ടോ? Let me ask you, have you spent any time to sit in the presence of God and listen to him? ദൈവമക്കളെ, ഏത് നിമിഷവും ഈ ഭൂമിയിലെ നമ്മുടെ യാത്ര അവസാനിക്കാം. Any time our run in this world will finish. ഒന്നുകിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരാം, Either my Lord will come back, അല്ലെങ്കിൽ ഈ മൺകൂടാരം വിട്ട് നമ്മൾ പറന്നു പോകാം. or we will die in this place. പിന്നെ നമുക്ക് സമയമില്ല. Then we don't have much time. എന്നാൽ ഇനി നമ്മുടെ മുമ്പിലുള്ള തുച്ഛവും തുലവുമായിട്ടുള്ള സമയം നമ്മൾ വ്യക്തമായിട്ട് ഉപയോഗിക്കണം. But we have to utilize the limited time which is in front of us. കർത്താവിനോട് ഇരുന്ന് സംസാരിച്ചാൽ മാത്രമേ കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കുവാൻ പറ്റൂ. If you sit in the presence of God and talk, then only we can listen to what He is saying to us. കർത്താവിനോട് കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ മുഖം കാണുവാൻ പറ്റും. When we sit and talk to Jesus, we can see His face. ഓ, ഈ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള മുഖം എന്റെ യേശു അപ്പച്ചന്റെ മുഖമാണ്. The most beautiful face is our Lord Jesus' face. ഈ ലോകത്തെ ഏറ്റവും ഇമ്പമേറിയ ശബ്ദം എന്റെ യേശുവിന്റെ ശബ്ദമാണ്. The beautiful voice is my Lord Jesus. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കാൻ പറ്റാത്ത ആശ്വാസം എന്റെ യേശുവിന്റെ വാക്കുകളിലുണ്ട്. The words of Jesus can give the peace which a husband and wife can't give each other. ഒരു മാതാപിതാക്കൾക്കും കൊടുക്കുവാൻ പറ്റാത്ത സമാധാനം എന്റെ യേശുവിന്റെ വാക്കുകളിലുണ്ട്. The words of Jesus have that peace which can't be given by any parents. ഒരു മനുഷ്യന് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റാത്ത ബലം എന്റെ യേശുവിന്റെ വാക്കുകളിലുണ്ട്. The words of God of Jesus have that strength which nobody else can give. പഴയ കാലത്ത് അപ്പച്ചന്മാർ പാട്ട് എഴുതിയപ്പോൾ അത് കണ്ടാണ് In എഴുതിയത്. the old times when the old saints wrote the songs, they looked upon them. ഒരു വരി പറയുന്നത് ഇമ്പമേറിയ നിന്റെ അൻപുള്ള സ്വരം. And it says Hallelujah. the beautiful words you comes out to your voice. എന്റെ മുമ്പേ ഒന്ന് നടന്നിട്ട് എന്നെ വഴി കാണിക്കണേ And എന്നാണ്. it goes ahead of me and lead
lead me. ഇന്ന് പകലിൽ കർത്താവിനോട് അങ്ങനെ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ, And if you are talking with Jesus like that this morning, നമ്മുടെ ആത്മമണ്ഡലം മാറാൻ പോവുകയാണ്. our spiritual realm is going to change. കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി എന്നോടൊന്ന് സംസാരിക്കണേ എന്ന് പറയാൻ പറ്റുമോ? Look at the face and can you ask, Lord, speak to me? നമ്മുടെ ഈ കണ്ണുകൾ പലപ്പോഴും നമ്മളെ ചതിക്കും. Many times our eyes will deceive us. നമ്മുടെ ഈ പുറത്തുള്ള ജഡത്തിന്റെ ചെവി പലപ്പോഴും നമ്മളെ ചതിക്കും. Many times our ears will deceive us. പലരെ കുറിച്ചുള്ള നെഗറ്റീവ് വാർത്തകൾ കേൾക്കാൻ നമ്മുടെ ചെവികൾക്ക് കൊതിയാണ്. Many times our ears desire to hear the negative talks about many people. നമ്മുടെ കണ്ണുകൾക്ക് ഭയങ്കര ആഗ്രഹമാണ് മറ്റുള്ളവർ തുലയുന്നത് കാണുവാൻ. Our eyes have the desire to see upon the people who are getting destroyed. എന്നാൽ നമ്മുടെ അകത്തൊരു കണ്ണുണ്ട്. But we have an ഹല്ലേലൂയ. inner നമ്മുടെ eye. അകത്തൊരു ചെവിയുണ്ട്. We have an inner ear. നമ്മുടെ ഈ അകത്ത് കണ്ണും ചെവിയും അടഞ്ഞിട്ട് എത്ര ദിവസങ്ങളായി? How much time has gone past our inner ears and eyes have been shut down? എത്ര വർഷങ്ങളായി ഈ കണ്ണുകളും ചെവിയും അടഞ്ഞിട്ട്? ഇന്ന് പകലിൽ അതൊന്ന് തുറക്കാമല്ലോ. This morning can you open നമ്മൾ them? ആ കണ്ണുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ When you look up to Jesus with their eyes, തേജസ് വാരി ഉടുത്തവനായി അവൻ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. He is wrapped around in glory and is coming close to us. ദൈവമക്കളെ, ദൈവ സാന്നിധ്യം നമ്മുടെ മൺകൂടാരത്തിൽ ഇറങ്ങി വന്നാൽ When the presence of God enters our earthly body, നമ്മൾ നടന്നു പോകുന്നിടത്ത് ഭൂതങ്ങൾ അലറിയോടും. when we are walking, the demons will run away. നമ്മൾ നോക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. While we are looking, the sick will be healed. അനുഭവങ്ങൾ കൊണ്ട് പറയുകയാണ്. This is coming from the experience. ഒരിക്കലും അക്ഷരത്തിൽ ഒതുങ്ങുന്ന ഒരു ശുശ്രൂഷയല്ല കർത്താവ് ജീവൻ നൽകി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. Serving of God is not limited to our words which God has given us. രക്തം വിലയായി കൊടുത്ത് നമ്മളെ മേടിച്ച് നമ്മുടെ അകത്ത് അധികാരം പകർന്നു തന്നപ്പോൾ കർത്താവ് ഉദ്ദേശിച്ച ഒറ്റ കാര്യമാണ്. While God has given His blood and brought us and given the value, only desire of Jesus was. ദൈവരാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയാലേ പറ്റുകയുള്ളൂ. Because He wanted to establish the kingdom of God in this world, so He brought us. ദൈവമക്കളെ, ഒരു നിമിഷമായി ഏദൻ തോട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകാമല്ലോ. 1 second, let's turn back to the Garden of Eden. ദൈവം ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഒരു മനുഷ്യനെ It ഉണ്ടാക്കി. is all ഹല്ലേലൂയ. image God created ആ us. വാക്യം ഒന്ന് ധ്യാനിച്ചു നോക്കണം. And you meditate on the ഇപ്പൊ word. ഏദൻ തോട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യനെ നോക്കിയാട്ടെ. Look at the man who is standing in the Garden of Eden. അവനെ നോക്കിയാൽ ദൈവത്തിന്റെ സ്വരൂപമാണ്. While you look at him, he is the true image of God. കർത്താവിന്റെ ഗ്ലോറിയാണ് അവനിൽ ഇറങ്ങി നിൽക്കുന്നത്. Upon him, the glory of God is there. സ്വർഗത്തിന്റെ മഹിമ ഭൂമിയിലേക്ക് മനുഷ്യന്റെ ശരീരത്തിലേക്ക് The കർത്താവ് അയച്ചു. glory of the heaven is being brought upon the earth on the man. സ്വർഗം ഭൂമിയിലായി. And the heaven was in the earth. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് തേജസ് നിറഞ്ഞി ഭൂമിയിൽ വാഴുവാൻ വേണ്ടിയാണ്. And God created the man so that he can be filled with the glory and reign of this world. എന്നാൽ പാപത്തിന്റെ മുമ്പിൽ മനുഷ്യൻ അടിയറവ് പറഞ്ഞപ്പോൾ But when Thank the you, man Jesus. failed in the front of sin, അവന്റെ തേജസ് അവന്റെ ശരീരത്തിൽ നിന്ന് the നഷ്ടപ്പെട്ടു. glory lost from that body. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു വരികയാണെങ്കിൽ When we read through the book of Genesis, ദൈവം ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുന്നു. it says that God made man in his own image. ഞാൻ റെഫറൻസുകളിലേക്ക് പോകുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു I പോകാം. am going running ahead. എന്നാൽ ആദം ഷേത്തിനെ ജനിപ്പിച്ചപ്പോൾ And when Adam was born straight, ആ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ആദം തന്റെ സ്വരൂപത്തിൽ ഒരു മകനെ ജനിപ്പിച്ചു. and it says that Adam begotten his son in his own image. ദൈവമക്കളെ, അത് മറക്കരുത്. You shouldn't say that. പാപം ചെയ്ത മനുഷ്യൻ തന്റെ സ്വരൂപത്തിൽ ഒരു മനുഷ്യനെ നിർമ്മിച്ചു. And the man who was sin, he made in his own image in sin. ദൈവത്തിന്റെ സ്വരൂപത്തിൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ, The man who was made in the same image of God, തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, and he lost his glory. തേജസ്സില്ലാത്ത ശരീരം കൊണ്ട് തേജസ്സില്ലാത്ത ഒരു മകനെ ജനിപ്പിച്ചു. And a man without glory, he begotten a son without a glory. ഷേത്തിന്റെ തലമുറ എടുത്തു നോക്കിയാൽ And when you see the genealogy of Seth, ഓരോ മക്കളെ ജനിക്കുമ്പോഴും അവർ മനുഷ്യന്റെ സ്വരൂപത്തിലായി തീർന്നു. every children were born in the image of human. ദൈവമക്കളെ, കർത്താവ് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. When you look upon the prayer, when Jesus is teaching the people to pray, അതിലൊരു വാക്യം ഇങ്ങനെയാണ്: there is one word there. Thy kingdom come. Thy kingdom come. ദൈവരാജ്യം ഭൂമിയിൽ വരണേ എന്ന്. Thy
വെറുപ്പ്, and പക, hatred, പിണക്കം, and hate. ഈ വക കാര്യങ്ങളെല്ലാം മനുഷ്യന്റെ മൺകൂടാരത്തെ കടന്നു പിടിച്ചു. These all things who came in the body of man. ദൈവ തേജസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവ മനുഷ്യനെ കടന്നു പിടിക്കും. Oh, when the glory of the God is lost, everything will be upon that body. എന്നാൽ ഈ മനുഷ്യനെ എങ്ങനെ വീണ്ടെടുക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, When the God was thinking how we can redeem this human, വേറൊരു സൊല്യൂഷനും ഇല്ലെന്ന് മനസ്സിലാക്കി എന്റെ കർത്താവ് പറഞ്ഞു, understanding that there is no other solution, my Jesus said, ഈ മനുഷ്യനെ നേടുവാൻ ഞാൻ പോകാം. I will go to gain this person. ഒന്നാം ആദം പെട്ടെടുത്ത് ഒടുക്കത്തെ ആദം When പ്രത്യക്ഷപ്പെട്ടു. the first Adam was a failure, the last Adam was appearing. ഈ ഒടുക്കത്തെ ആദം നടന്നുപോയ വഴികളിലൂടെ നിങ്ങളൊന്ന് കടന്നു പോവുകയാണെങ്കിൽ, If you are traveling to the same path the last Adam walked, തന്റെ ജീവിതത്തിൽ ഒരു കാര്യം പോലും താൻ സെൽഫിഷ് ആയിട്ട് in ചെയ്തിട്ടില്ല. his whole life he didn't do anything selflessly. തന്നെ ചതിക്കുമെന്ന് മനസ്സിലായ യൂദയ്ക്ക് 3.5 വർഷക്കാലം ആഹാരം വിളമ്പി. He knew that Judah will deceive him, still he gave food to the person for 3.5 years. ദൈവമക്കളെ, ഈ ലോകം പറഞ്ഞ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, The world say that eye for an eye, teeth for a teeth. എന്നാൽ യേശു പഠിപ്പിച്ചത്, But Jesus thought, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ അവന് ആഹാരം കൊടുക്കുക. if your enemy is hungry, you should feed him food. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാന്മാരായ പരീശന്മാർ കർത്താവിനെ പരീക്ഷിക്കുവാൻ അവന്റെ അടുക്കൽ വന്നു. But the generation, the Pharisees were considered very intelligent, they came to examine him. കർത്താവിനോട് ചോദിച്ചു, And they asked Jesus to test him. ടാക്സ് കൊടുക്കുന്നത് വിഹിതമാണോ അല്ലയോ? Is it right to give tax? ദൈവമക്കളെ, ഉടനെ കർത്താവിന്റെ മറുപടി ഒന്ന് ശ്രദ്ധിച്ചാട്ട്, Look at the answer which Jesus gave. കർത്താവ് പറഞ്ഞൊരു നാണയം കൊണ്ടുവരുവേ, And asked them to bring a coin. അതിന്റെ സ്വരൂപവും മേലെഴുത്തും ആരുടേത്? And look at the writing who belongs to whom. ഉടനെ അവർ പറഞ്ഞത് കൈസറിന്റേത്. It belongs to Caesar. ഉടനെ കർത്താവ് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കാം, And Jesus replied that whatever belongs to Caesar, give to him. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാം. And whatever belongs to God, give to God. ദൈവത്തിനുള്ളത് ഒരിക്കലും പിടിച്ചു വെക്കരുത്. We should never hold upon what belongs to God. ദൈവത്തിനുള്ളത് നമ്മൾ പിടിച്ചു വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമല്ല, മറിച്ച് ശാപം വിളിച്ചു വരും. Whatever belongs to God, if we hold upon that, it guys will be a blessing. It will bring a curse. മക്കളെ, ഞാൻ പറഞ്ഞു പോകട്ടെ. Let me tell again. ഒന്നാമത്തെ ആദം പരാജയപ്പെട്ടെടുത്ത് ഒടുക്കത്തെ ആദം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. When the first Adam was a failure, the last Adam came down from the heavens. സ്വർഗത്തിൽ നിന്ന് യേശുപ്പച്ചൻ ഇറങ്ങി വന്ന ഒറ്റ റീസൺ കൊണ്ടാണ്. There is only one reason why Jesus came down from the ഈ heavens. മനുഷ്യനെ ഒന്ന് വീണ്ടെടുക്കണം. So that I can redeem this ഈ man. ജസ്റ്റിനെ ഒന്ന് വീണ്ടെടുക്കണം. Your destiny has to be redeemed. നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കണം. Every one of us to be redeemed. കർത്താവ് തന്റെ തേജസ് നമ്മൾക്ക് പകരുവാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. Jesus has a desire that he can pour his glory upon each one of തന്റെ us. ശരീരത്തിൽ ഓരോ തവണ ചാട്ട പുളഞ്ഞിറങ്ങുമ്പോഴും Every time, all the times he was wounded. തനിക്ക് വേണ്ടി അവരോട് എതിർത്ത് നിന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ കർത്താവ് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. Jesus submitted himself. കർത്താവ് സ്വയം ഏൽപ്പിച്ചു He കൊടുത്തു. left himself them. അവർ യേശുവിനെ കൊന്നതല്ല, Didn't kill Jesus. യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തതാണ്. Jesus has given himself up. ദൈവമക്കളെ, എന്തിനാണെന്നറിയാമോ? Do you know why? നമ്മളെ നിത്യതയിലേക്ക് ചേർക്കുവാൻ, So that we can be joined to നമ്മുടെ eternity. ജീവിതത്തിൽ നമ്മളോടൊന്ന് കൂടെ നടക്കുവാൻ, So that he can walk us with us in our life. അവന്റെ ഹൃദയം നമ്മളോടൊന്ന് പകർന്ന് നമ്മളെ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് വിടുവിക്കുവാൻ, So that he can pour out our heart to us and save us from the sin. ഇതിനെക്കുറിച്ചുള്ള ദർശനമാണ് ആ യൗവനക്കാരിയായ മറിയയുടെ ഹൃദയത്തിൽ And കത്തിയത്. the same vision was inside the heart of that young girl. അതിന്റെ 40-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് And പറയുന്നത്, 40 verses says like this. മാർത്തയെ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് And Martha was very tired by serving. അടുക്കെ വന്ന്, കർത്താവേ, എന്റെ സഹോദരി എന്നെ ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിനാൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. And asked the Lord that, don't you care that my sister has left me to serve alone? എന്നെ സഹായിക്കുവാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറയുകയാണ്. Ask her to help me. ദൈവമക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ട്, My children of God, think. നമ്മുടെ പാസ്റ്ററുകൾ നിങ്ങളുടെ ആരുടെയും വീട്ടിൽ വരുവാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, Just imagine that our pastor is coming to any of your house. അന്നേരം അതിലൊരു വീട്ടമ്മ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And the lady of the house is doing
all the chores of the house. എന്നാൽ അതിലുള്ള ഒരു സഹോദരി വന്ന് പാസ്റ്റർ അങ്കിളിന്റെ അടുത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. Another sister was coming and talking with the pastor. ദൈവമക്കളെ, നമ്മൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരിയൂടെ മനസ്സിലാക്കാൻ ഇടയാകും. When we compare this to our personal life, we will understand better. നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ പറ്റും. We should know the importance. അന്നേരം പാസ്റ്റർ അങ്കിളിന്റെ അടുത്ത് ആ ജോലി ചെയ്യുന്ന വീട്ടമ്മ വന്ന് പറയുകയാണ്, ഇവളെന്താണ് എപ്പോഴും നിങ്ങളുടെ അടുത്തിരിക്കുന്നത്, എന്നെ വന്ന് സഹായിക്കാൻ പറഞ്ഞുകൂടെ എന്ന്. And that lady of the house is coming to this woman and saying to the pastor, why is she talking to you? Can't she help me? അന്നേരം മാനുഷികമായി ചിന്തിക്കുകയാണ് പാസ്റ്റർ അങ്കിൾ ആ സ്ത്രീയോട് പറയണ, നീയുടെ ചെന്ന് സഹായിക്കും മോളെ എന്ന്. According to our Hallelujah. situation, the pastor should say that lady, go and help her. എന്നാൽ കർത്താവ് അവിടെ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കേ. But what Jesus is saying there, കർത്താവ് അവളോട്, and Jesus answered, മാർത്തേ മാർത്തേ, Martha, Martha, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു. you are troubled about many things, are careful. മാർത്തേ മാർത്തേ, Martha, Martha, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് you are been worried about many things, നിന്റെ മനം കലങ്ങിയിരിക്കുക. and you are troubled at the നീ time. ജോലി ചെയ്ത് കുഴങ്ങിയിരിക്കുക. You are very tired with the work. നീ ജോലി ചെയ്ത് കുഴയും തോറും As you are getting tired, നീ അറിയാതെ നിന്റെ മനസ്സ് വലയുവാൻ തുടങ്ങും. without you knowing, your mind is getting troubled. നമ്മൾ തകർച്ചയിലേക്ക് നമ്മുടെ ഹൃദയത്തെ പറഞ്ഞു വിട്ടാൽ We lead our heart to destruction. പിന്നെ നമ്മൾ സംസാരിക്കുന്നതിലെല്ലാം നെഗറ്റീവ് വാക്കുകൾ കടന്നു What വരാൻ our words come to our mind is everything negative. മാർത്ത ചെയ്തതിൽ ഒരു തെറ്റുമില്ല. Martha has done nothing wrong. മാർത്ത കഠിനാധ്വാനം ചെയ്യുകയാണ്. She was working hard. എന്നാൽ മറിയ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ മാർത്ത വന്ന് പറയുകയാണ്, നീ അവളെയും കൂടെ എന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുക. But when Martha looked at Mary sitting there, she is asking, let her come to me. എന്നാൽ കർത്താവ് പറയാണ്, മാർത്തേ മാർത്തേ, But Jesus is saying, Martha, Martha, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. you are worried and troubled about many things. മാർത്ത തന്റെ ജീവിതത്തിലുള്ള ഒരു കാര്യവും കർത്താവിനോട് പറഞ്ഞില്ല. She didn't say anything of her life to Jesus. എന്നാൽ മാർത്തയുടെ ഹൃദയം കർത്താവിന് നന്നായി അറിയാം. But Jesus knows her heart. നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം തുറന്നു പറഞ്ഞില്ലേലും നമ്മുടെ ഹൃദയം കർത്താവിന് മനസ്സിലാകും. While we are praying, we might not disclose everything, but Jesus knows our heart. ദൈവമക്കളെ, നമ്മൾ കർത്താവ് പറയുന്നത് കേൾക്കുവാൻ ഒന്ന് ഇരുന്ന് കൊടുക്കണം. We have to spend time to sit in the presence of God to listen to what He's saying. കർത്താവ് ഒരിക്കലും അലറിക്കൂയല്ല നമ്മളോട് സംസാരിക്കുന്നത്. Jesus will never shout and speak to us. എന്നാൽ കർത്താവ് വിസ്പർ ചെയ്യുമായിരിക്കും നമ്മുടെ ചെവിയിൽ. Jesus might whisper in our നമ്മുടെ ears. പല വിഷമങ്ങൾക്കും കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ആശ്വാസമായി തീരും. Many times, whatever Jesus speaks to us will be a consolation for us. ദൈവമക്കളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. In my life, there is many experiences. കർത്താവിന്റെ ശബ്ദം നമ്മുടെ ചെവിയിൽ കേൾക്കുമ്പോൾ നമുക്ക് ബലം ഇറങ്ങി വരും. When we hear the voice of God in our ears, we will be strengthened. ദൈവമക്കളെ, നമ്മുടെ അകത്ത് നമ്മൾ വഹിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയതാണ്. The presence of God which we are carrying around is one of the powerful word of the world. അനേകം പേരെ പിശാച് കെട്ടിവെച്ചിരിക്കുന്നത് നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞു മാറും. Many people who are demon possessed, when we pray, they will be cast out. അനേകം സൈക്കാട്രിസ്റ്റുകൾ ഉപേക്ഷിച്ച കേസുകൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ സൗഖ്യമായി തീരും. Many patients who have been psychiatric problems have been left out, but when the presence of God comes, they will be healed. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമായിരുന്നു UK-ൽ എത്തിയതിനു ശേഷം. Last week we were traveling in a bus. പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ 2 സീറ്റ് മുമ്പിലായിട്ട് ഒരു സ്ത്രീക്ക് ഭൂതം ഇളകാൻ തുടങ്ങി. When we were speaking in tongues, 2 seats ahead, the lady was sitting and the demon came out. ഞങ്ങളെ പുകഴ്ത്തി പറയുകയല്ല, ഒരു സാഹചര്യം പറഞ്ഞതാണ്. I'm not boasting, but I'm saying about a situation. ദൈവമക്കളെ, ഇതേപോലെ ശക്തമായിട്ടുള്ള സാന്നിധ്യം നമ്മൾ എല്ലാവരും ക്യാരി ചെയ്യുന്നുണ്ട്. We are the people who carry the strong presence inside us. എന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മളിലുള്ള ദൈവ സാന്നിധ്യത്തെ നമ്മൾ ഒതുക്കുകയാണ് But many ചെയ്യുന്നത്. times without our knowledge, we are subdued inside us. 12 സാധാരണക്കാരെ കർത്താവ് വിളിച്ചു. And Jesus called 12 common people. എന്നിട്ട് അവരുടെ അകത്തേക്ക് ആത്മാവിന്റെ ശക്തി പകർന്നു. And He poured the power of the Spirit into them. ഏകദേശം 300 വർഷം കഴിയുന്നതിന് മുമ്പ് ലോകം മുഴുവൻ ക്രിസ്ത്യാനിത്വം പടർന്നു പിടിച്ചു. Before 300 years, the Christianity was spread around in the whole world. ലോകത്തിലെ രാജാക്കന്മാർ, ഭരണ സംഹിതകൾ, കഠിനാധ്വാനം ചെയ്യുന്ന പട്ടാള ഓഫീസേഴ്സ് എല്ലാം ഇതിനെതിരെ കഠിന പ്രയത്നം ചെയ്തു. Many nation kings and many officials, they tried to rebuke this thing. അനേകം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാക്കൾ ഈ ബൈബിള് ചവറ്റുകൊട്ടയിൽ എറിയുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചു. Years and years back, many communist ethics people, they say that this Bible
ഈ പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകി പോയെടുത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ ചലിക്കുവാൻ തുടങ്ങി. But wherever the Holy Spirit flowed, everywhere their life entered. ഈ ആത്മസാന്നിധ്യത്തെ പിടിച്ചു കെട്ടുവാൻ ആർക്കും പറ്റത്തില്ല. Nobody can stop and hold this Holy Spirit. എന്നാൽ നമ്മളെല്ലാം ഇന്ന് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Many times we are spending our time without any use. ഒരു നിമിഷം ഒന്ന് നിന്നാട്ട് Just to wait and hold on. എന്നിട്ട് അപ്പനോടൊന്ന് സംസാരിക്കാമോ? And talk to my Father. കർത്താവിനോട് പറയാമോ? Let's speak to the Father. ഒരു നിമിഷം ഒന്ന് മാനസാന്തരപ്പെടാൻ റെഡിയാണോ? You are ready to repent one again. ഒരു നിമിഷം കർത്താവിനോടൊന്ന് സംസാരിക്കാമോ? For instant, are you ready to talk to my Jesus? അപ്പ എന്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിയപ്പാ, Father, mistake happened in my life. എന്നോടൊന്ന് ക്ഷമിക്കണേ എന്ന് പറയാമോ? Please forgive me. നിങ്ങളുടെ ആ ഒരു വാക്കിന് സ്വർഗത്തിന്റെ വാതിൽ നിങ്ങളുടെ മുമ്പേ In തുറക്കും. front of that one word, the heavens will be open for ഈ you. ലോകം തരുന്ന സുഖത്തിനൊരു പരിധിയുണ്ട്. There is a limitation to the pleasure the world ഈ gives you. ലോകം തരുന്ന സന്തോഷം ഈ ലോകം തിരിച്ചെടുക്കും. The happiness the world gives will be taken back. എന്നാൽ എന്റെ കർത്താവ് തരുന്ന സന്തോഷം ആർക്കും നിങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുവാൻ But പറ്റില്ല. no one in the world can ever take the happiness which my God gives you. ആത്മാവിന്റെ തീ നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരും. Oh, the fire will spread to many other people. നമ്മളിൽ പകർന്നിട്ടുള്ള വെളിച്ചം ഇരുട്ടിലേക്ക് വ്യാപരിക്കുവാൻ And the വേണ്ടിയുള്ളതാണ്. light which is bestowed upon you will be spread around. എന്നാൽ നമ്മളിൽ പകർന്നിരിക്കുന്ന വെളിച്ചത്തെ നമ്മൾ പോലും അറിയാതെ ഇന്ന് നമ്മൾ ഒതുക്കുകയാണ്. But many times the light which is inside us without our knowing we are getting subdued. ദൈവമക്കളെ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞത്. Power in the resurrection is the word which reflects the man. ലോകത്തിലെ ബുദ്ധിമണ്ഡലങ്ങൾ പരാജയപ്പെട്ട ഏക നാമം എന്റെ യേശുവിന്റെ നാമം മാത്രമാണ്. All the intelligence of the world is a failure in front of the name of Jesus. മെഡിക്കൽ സയൻസുകൾ പരാജയപ്പെടും. The medical science will be a failure. ലോകത്തിന്റെ ടെക്നോളജികൾ പരാജയപ്പെടും. All the technology of the world will fail. ലോകത്തിന്റെ എല്ലാ സംഹിതകളും പരാജയപ്പെടും. All the senses of the world will be failure. എന്നാൽ എന്റെ യേശുവിന്റെ നാമം ഒരിക്കലും പരാജയപ്പെടത്തില്ല. But the name of Jesus will never be failed. ഇത് മുന്നിട്ട് കണ്ട് ജീവൻ കൊടുത്ത് ഇറങ്ങി തിരിച്ചൊരു ജനസമൂഹം നമ്മൾക്ക് വേണ്ടി നിത്യതയിൽ വെയിറ്റ് ചെയ്യുന്നത്. There is some saints in heaven who are waiting for us, who have given their life for Jesus. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: The Apostle Paul says like this. എനിക്ക് വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് ഏറെ ലാഭം. It's a great gain for me to leave this world and live with ഈ Christ. ലോകത്തെ വിട്ടു പിരിഞ്ഞ് നമ്മൾ കർത്താവിനോട് ചേർന്ന് സമയം സ്പെൻഡ് ചെയ്യണം. We should leave this world in things and spend our time with Jesus. നമ്മുടെ ഫോണുകൾ ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. We should turn off our phone and keep it aside. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കുറച്ചു നേരം മാറി നിൽക്കാൻ പറയണം. Or ask our children to step aside for some time. നമ്മുടെ ഭർത്താക്കന്മാരോട്, ഭാര്യയോട്, മാതാപിതാക്കളോട്, സുഹൃത്തുക്കളോട് ഒരു 10 മിനിറ്റ് മാറി നിൽക്കാൻ പറയണം. 10 minutes to our parents, to our children, to our husband, wife, tell them to stay away. എന്നിട്ട് നിങ്ങൾക്ക് ആ മുറിയിലേക്ക് ഒന്ന് കയറി കഥ കടക്കാമോ? Then go into the room and close the door. എന്നിട്ട് യേശുവപ്പായോട് And സംസാരിക്കാമോ? talk to my Father. നിങ്ങളുടെ ഹൃദയത്തിൽ അടഞ്ഞു കിടക്കുന്ന പ്രാർത്ഥനാ മുറികൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തുറക്കുകയാണ്. This morning the Thank you, door of Jesus. prayer which is close in the heart is getting opened. കല്ലറയിൽ ചങ്ങലയിൽ പൂട്ടിയിരുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് യേശുവിന്റെ ഒരു വാക്ക് അവന് സ്വാതന്ത്ര്യം കൊടുത്തു. By the tones there was a man who was changed, but when the word of Jesus gave him freedom. എന്റെ യേശുവിന്റെ വാക്കിൽ ബലമുണ്ടായിരുന്നു. There is power in the word of Jesus. റീസ്റ്റോറേഷൻ There ഉണ്ടായിരുന്നു. was restoration. തകർന്നു കിടന്നവന്റെ ജീവിതത്തെ പണിതത് എന്റെ യേശുവിന്റെ വാക്കുകളാണ്. Oh, the words of Jesus can build up a shattered life. എന്നാൽ എവിടെ നിന്നാണ് ഇത് നമ്മൾക്ക് ലഭിക്കുന്നത്? From where we will get it. ദൈവമക്കളെ, ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, Let me tell you honestly. പ്രസംഗത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അധികമായിട്ട് With more than what we are listening from the message. നമ്മുടെ പ്രാർത്ഥനാ മുറികളിൽ യേശുപ്പ നമ്മളോട് സംസാരിക്കും. My Lord Jesus will talk to us in our prayer room. എന്നോട് പ്രസംഗത്തിൽ കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. Our Lord has spoken to me through messages. ഞാൻ അതിനെ ഒരിക്കലും തരം താഴ്ത്തത്തില്ല. I'm not going to condemn that. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, അതിലും കൊതിയോടെ നിങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടിക്കയറാൻ പറ്റുമോ? But with great desire, can you run inside your prayer room? നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അരമണിക്കൂർ യേശുപ്പായോട് സംസാരിക്കാൻ ചെലവഴിക്കാൻ Can പറ്റുമോ? you give at least minimum half an hour to talk to Jesus? ദൈവമക്കളെ, നമ്മളെല്ലാവരും ഈ ബോട്ടിൽ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന സഞ്ചാരികളാണ്. We are the travelers who are in the same boat in this world. ഇതിൽ ഞാനോ നിങ്ങളോ നമ്മൾ ആരും കേവന്മാരല്ല. Nobody is above anyone now. എന്നാൽ നമ്മുടെ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾക്ക് ബലം തന്ന് ഈ ഭൂമിയിൽ യാത്ര ചെയ്യുവാൻ നമ്മളെ But the സഹായിക്കുന്നത്. presence of the God inside us giving us the strength to travel again. അതിൽ
Jesus says like this. എന്നാൽ അല്പമേ വേണ്ടൂ. There is only one thing which is needed. എന്നാൽ അല്പമേ വേണ്ടൂ. Only a little is needed. എന്നാൽ അല്പമേ വേണ്ടൂ. Only a little. ഒത്തിരി ഒന്നും വേണ്ട. Don't need too much. എന്നാൽ അല്പമേ വേണ്ടൂ. Only a little. ഒന്ന് മതി. One thing. മറിയ നല്ല അംശം She തിരഞ്ഞെടുത്തിരിക്കുന്നു. has chosen the good part. മറിയ നല്ല അംശം Mary has തിരഞ്ഞെടുത്തിരിക്കുന്നു. chosen the good part. അതെന്തായിരുന്നു? What was that? അത് യേശുവിന്റെ പാദത്തിൽ മിണ്ടാതിരിക്കുകയായിരുന്നു. Sitting in the presence of God. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, My dear ones, let me tell you. നിങ്ങൾക്ക് യേശുവിന്റെ പാദത്തിൽ ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? Can you sit in the presence of God very silently? തരണേ തരണേ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ എന്നുള്ള സംസാരമൊക്കെ മാറ്റി വെച്ചിട്ട് യേശുവപ്പായോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? Let's stop the prayers of Jesus. I need this, that, and everything is stopped. നമ്മുടെ ആത്മമണ്ഡലത്തിൽ യേശുവപ്പൻ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. We can realize and hear the voice of God in the spiritual realm. ഈ ലോകത്തിൽ ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും ആശ്വസിപ്പിക്കുന്ന ശബ്ദം എന്റെ യേശുവിന്റെ ശബ്ദമാണ്. The words of Jesus is the one which consoles us. ഈ ലോകത്തിൽ ഏറ്റവും ശക്തി തരുന്ന വാക്കുകൾ എന്റെ യേശുവിന്റെ The ശബ്ദമാണ്. most powerful word is the voice of the Lord. അതിനുവേണ്ടി കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഒന്ന് ഇരിക്കാൻ പറ്റുമോ? For that, can you sit in the presence of God? കർത്താവ് പറഞ്ഞു ഒന്ന് മതി. Jesus said only one is needed. നാം അവന്റെ പാദത്തിൽ ഇരിക്കണം. We have to sit in His presence. നാം അവന്റെ പാദത്തിൽ ഇരിക്കുമ്പോൾ നാം യേശുവിനെ പേഴ്സണൽ ആയിട്ട് അറിയുവാൻ പറ്റും. When we sit in His presence, we can personally know Jesus. അവൻ നിങ്ങളോട് സംസാരിക്കുവാൻ തുടങ്ങും. He will start speaking to you. ദൈവമക്കളെ, നമ്മൾ തീയുടെ അടുത്തിരിക്കുന്നതൊന്ന് സങ്കല്പിച്ചാട്ട്. Just imagine yourself sitting by the side of a fire. നമ്മൾ തീയുടെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ തീയുടെ പ്രോപ്പർട്ടീസ് നമ്മുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ആകും. Without our knowledge, the properties of the fire will be transferred upon us. ഇതേ സെയിം സാഹചര്യമാണ് നമ്മൾ യേശുവിന്റെ അടുത്തിരിക്കുമ്പോൾ. Same situation is there when you sit by Jesus. നമ്മൾ യേശുവപ്പന്റെ അടുത്തിരിക്കുമ്പോൾ യേശുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് ട്രാൻസ്ഫർ ആകും. When you sit close to Jesus, the nature of Jesus will be transferred to us. നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ദേഷ്യം തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? You know why you feel anger when you see other people? നമ്മൾ യേശുവപ്പന്റെ സന്നിധിയിൽ ഇരിക്കാത്തത് കൊണ്ടാണ്. Because we don't sit in the presence of God. നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ വിധിക്കുവാൻ വേണ്ടി ആദ്യം ചാടി ഇറങ്ങുന്നെന്ന് അറിയാമോ? You know why we start to criticize people? നമ്മൾ യേശുവിന്റെ സന്നിധിയിൽ ഇരിക്കാത്തതാണ്. Because we don't sit in the presence of God. നമ്മൾ ആ യേശുവിന്റെ സന്നിധിയിലേക്ക് ഇന്നും നമ്മളെ തന്നെ സമർപ്പിക്കാൻ This പറ്റും. morning, let's submit ourselves in the presence of Jesus. നമ്മൾ ആ യേശുവിന്റെ സന്നിധിയിലേക്ക് ഇരിക്കുന്നത് മാത്രം മതി കർത്താവിന്. Jesus only needs that we sit in His presence. മതം പറയും നീ അത് ചെയ്തിട്ട് വന്നാൽ മാത്രമേ കർത്താവ് പ്രസാദിക്കൂ. Religion says that you do so and so things, then Jesus will be pleased. ദൈവമക്കളെ, നമ്മൾ മറിഞ്ഞു മറിയാതെയോ മതത്തിന്റെ കൂട്ടുകെട്ടിന്റെ അകത്ത് പെട്ടുപോയി. Knowing or unknowingly, we are included in the religion. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. Then I want to repeat myself. പെന്തക്കോസ്താലിസം എന്ന് പറഞ്ഞാൽ ഒരു രക്തബന്ധമാണ്. Pentecostalism is a blood relation. ഇതൊരു മതമല്ല. This is not a religion. ഇതൊരു മതമാണെന്ന് കരുതി ഓടി അക്കരെ എത്തുന്ന ഒരു സമയം വരും നമ്മൾ എല്ലാവരും. There is a time when the race will be finished. അവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്റെ ദൈവമേ, ഞാൻ ഓടിയത് എന്തിനാണെന്ന്. But while we are there, we will think that, oh, what did I run for? എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അക്കരെ നാട്ടിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമയമുണ്ടാകും. There is a time when very unexpected people will be in the presence of God. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഉണർവിന്റെ തീ പകർന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. Paul was the person who brought the great revival of fire. എന്നാൽ തന്റെ അവസാന നിമിഷങ്ങൾക്ക് മുമ്പ് പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്. But before his last times, he said something. നിങ്ങളോടെല്ലാം പ്രസംഗിച്ച ശേഷം, After speaking to all of you, ഞാൻ എന്നെ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കുവാൻ, so that I would be not a cruel man, ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിച്ച് അടിമയാക്കും. I always subdue my body. ദൈവമക്കളെ, നമ്മൾ എത്ര ഓടി എന്ന് പറഞ്ഞാലും How much we may run, നമ്മുടെ അകത്ത് ദൈവ സാന്നിധ്യം ഇല്ലാതെ ഓടിയിട്ട് യാതൊരു there is കാര്യമില്ല. no point of running without the presence of God. ഒരു ദിവസം നമ്മൾ ഓടിയത് എല്ലാ സ്വർഗത്തിലെ ദൈവ സ്മരണയുടെ പുസ്തകം തുറന്ന് വായിക്കുവാനിടയാണ്. One day the God in heaven will open the book of remembrance and read everything about us. അന്നേരം നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഞാനൊരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഓടിയത്. At that time we will think that, oh my Lord, I have run for a denomination. ദൈവമക്കളെ, നമ്മുടെ ശരീരത്തുകൂടെ ഒരു പ്രസ്ഥാനത്തിന്റെ രക്തം ഓടരുത്. No blood relation should run in our body of a denomination. ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിലൂടെ ഒരു മതത്തിന്റെ രക്തം ഓടരുത്. No blood of any religion should flow through our body. നമ്മൾ മതത്തിന്റെ പുറകെ പോവുകയാണെങ്കിൽ നമ്മുടെ തലമുറകളെ ഓർത്ത് നമ്മൾ വിഷമിച്ച് കരയേണ്ട If ദിവസങ്ങൾ we are വരും. running around the religion, one day will come and we'll be crying about our generation. എന്നാൽ നമ്മൾ നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം
Everyone surrounded her, took a stone to throw her. എന്റെ യേശു ഒരിക്കലും പാപത്തെ സ്നേഹിച്ചിരുന്നില്ല. But my Jesus never loved sin. എന്നാൽ അവൻ പാപിയെ But സ്നേഹിച്ചിരുന്നു. he loved the sinner. ദൈവമക്കളെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ പാപഭാരമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാമല്ലോ. When I speak, if anybody sitting here is burdened on sin, you can confess in the presence of God. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളെ നിത്യതയിൽ എത്തിക്കുവാൻ പറ്റത്തില്ല. No one sitting next to you can lead to eternity. വഞ്ചിക്കപ്പെടരുത്. Don't be deceived. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന യാത്ര കർത്താവിനോട് ചേർന്ന് ഓടണം. The life which God has given you in this world, you run with God. ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തോട് പറയാം, അപ്പാ തെറ്റിപ്പോയി. If you are mistaken in your life, just speak to Jesus and say, Lord, I have been mistaken. ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്താണെന്ന് അറിയാമോ? What is the great work of the Holy Spirit in this world? Do you know? അത് യേശുവിനെ നിങ്ങളുടെ അകത്ത് റിവീൽ ചെയ്യുക To എന്നുള്ളതാണ്. reveal Jesus Christ inside you. അനുദിനവും നമ്മൾ കർത്താവിനോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. Every day when you talk to Jesus, the Holy Hallelujah. Spirit will reveal Jesus inside you. നമ്മൾ കർത്താവിനോട് സംസാരിക്കുന്തോറും കർത്താവിന്റെ ഭാവം നമ്മളിലേക്ക് ആയിക്കൊണ്ടിരിക്കും. Always we talk to Jesus, the nature of Jesus will come upon us. നമ്മൾ കൂട്ടുകൂടി വരുന്ന സമയത്ത് വീണവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിക്കരുത്. When we are coming together, we shouldn't laugh and think about the people who are fallen. ദൈവമക്കളെ, എല്ലാം നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. Everyone are our brother and sister. ആത്മപൂർണ്ണന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്താണെന്ന് The അറിയാമോ? person who is complete in spirit, his nature is. തകർന്നു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഇടിവിൽ നിന്ന് കരയും. He is the mediator for the person who is broken down. അവൻ ഒരുവന്റെ ഭാരം, ഒരുവൻ തകർന്നു പോയത് മറ്റുള്ളവനോട് പറഞ്ഞ് ആഘോഷിക്കാൻ നടക്കത്തില്ല. He will not walk around and saying about, enjoying about the fallen person. അവന്റെ മൊബൈൽ ഫോണുകളെല്ലാം വിശുദ്ധമായിരിക്കും. His mobile phone will be holy. ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. I have heard a message like this. I don't know if I spoke നമ്മുടെ it. ഒരു സഹോദരൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ Once a person is baptized, നമ്മൾ എന്താ ചെയ്യുന്നത്? what do we do? നമ്മളൊരു പുതപ്പെടുത്തുകൊണ്ടും നമ്മുടെ ആ സഹോദരനെ പൊതിയും, അല്ലേ? We bring a sheet and we cover him. എന്താണ് ആ ചെയ്യുന്നതെന്ന് നമുക്കറിയാമോ? We know what we are doing here. എന്റെ സഹോദരന്റെ നഗ്നത ലോകം കാണരുതെന്ന് പറഞ്ഞ് ഞാൻ എന്റെ കൂടപ്പിറപ്പിനെ മറയ്ക്കുകയാണ്. I am covering the nakedness of my brother or sister, saying that the world shouldn't see this. എന്നാൽ മതം ഇന്ന് പെന്തക്കോസ്തുകാരെ എവിടാണ് കൊണ്ട് But നിർത്തിയിരിക്കുന്നത്? the religion has brought the Pentecostalism to which place? വീണുപോയ കൂടപ്പിറപ്പിന്റെ കുറ്റം പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ ആഘോഷിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ The മാറ്റപ്പെടും. society has turned that they are enjoying the fallen man. വളരെ ദുഃഖത്തോടെ ഞാൻ പറയുകയാണ്, Great sorrow I am saying this. അവർ നഷ്ടപ്പെട്ടു പോയാൽ സ്വർഗം നമ്മളോട് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. If they have been lost, there is a time in the heaven with us. മാനുഷികമായ പ്രയത്നം കൊണ്ട് പീലാത്തോസ് പറഞ്ഞു, ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന്. It is human effort. Pilate said that I don't have a partake in his എന്നാൽ blood. പീലാത്തോസിന്റെ അവസാനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. But you read about the end times of Pilate. തന്റെ ജീവിതം മുഴുവൻ കൈ കഴുകി അവസാനിച്ചു. All his lifetime is when it's time to wash his hands. ദൈവമക്കളെ, ഒരു അഭിഷക്തന്റെ രക്തം പോലും നമ്മുടെ കരങ്ങളിലൂടെ ഓടരുത്. No blood of any anointed person should run in our hands. അവൻ നിൽക്കുന്നോ വീഴുന്നോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. We are not the one who decide he is a fallen or standing. അത് സർവശക്തനായ ദൈവമാണ്. Oh, it belongs to God to ഒരു decide. പ്രസ്ഥാനവും നമ്മളിലുള്ള ആദർശവും ദൈവശക്തിയും ചോർന്നെടുക്കാൻ സമ്മതിക്കരുത്. Our inauguration should take away the holiness and the power of God inside us. ഒരു വ്യക്തികളും നമ്മളിലുള്ള ദൈവ സാന്നിധ്യത്തെ ചോർന്നെടുക്കാൻ അനുവദിക്കരുത്. Don't allow any person to take away the power of the Holy Spirit from us. അത് അപ്പനല്ല, അമ്മയല്ല, ഭാര്യയല്ല, ഭർത്താവല്ല, കുഞ്ഞുങ്ങളല്ല, ആരാണെന്ന് പറഞ്ഞാലും ഒരിക്കലും വിട്ടുകൊടുക്കരുത്. Nobody, your parents, your children, your husband, your wife, don't allow anyone. ദൈവമക്കളെ, അപ്പനെ അമ്മയെ വീടും വകയും വസ്തുക്കളും എല്ലാം വിറ്റ് വിശ്വാസത്തിന് ഇറങ്ങിയ കൂട്ടരാ നമ്മൾ. We are the people who have left all our relations, all our fathers, and all our wealth. ഈ ലോകം നമുക്ക് ഒരിക്കലും ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കി ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഓടിക്കേറിയ ഒരു തലമുറയാ നമ്മൾ. We are the generation which ran to the presence of God for His blessing. നമ്മുടെ അപ്പച്ചന്മാരുടെ കാലത്ത് ദൈവ സാന്നിധ്യം കൊതിച്ചോടിയിരുന്ന ഒരു കൂട്ടരായിരുന്നു നമ്മൾ. Our forefathers were the one who ran to the presence of God, desiring the presence. വയലിന്റെ കരയിലും ചീനിത്തോട്ടങ്ങളിലും ഇരുന്ന് ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു We നമ്മൾ. were the society, we were the people who were worshipped in the fields and below the trees. എന്നാൽ കാറും വീടും ആഡംബരവും ആർഭാടവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ വന്ന വഴികളെല്ലാം മറന്നു. But when the car and houses and wealth came into our house, we forgot our past. നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഓടുകയാണ്. We are running for our daily needs. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ അനേകം പേർ
അറിയാമല്ലോ, you know why there are many churches empty in the UK? ഇവിടുത്തെ ജനങ്ങൾ സ്ട്രക്ചറുകളുടെ കീഴിലേക്ക് മാറ്റപ്പെട്ടു. Because the people of the law in this nation were led into under the structure. ദൈവസഭയുടെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കണം. If you read the history of the Church of God, ജോൺ വൈക്ലിഫ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനുണ്ടായിരുന്നു. there was a man named John Wycliffe. 1600-കളിൽ In 1600, അദ്ദേഹമാണ് ആദ്യമായിട്ട് വേദപുസ്തകം ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് എഴുതി ട്രാൻസ്ലേറ്റ് he was the ചെയ്തത്. first person to translate the Bible to Latin. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ കയ്യിൽ ഈ വേദപുസ്തകം കിട്ടുവാൻ വേണ്ടി ജീവൻ ബലി കൊടുത്ത അനേക There ആയിരങ്ങളുണ്ട്. are thousands of people who have become martyrs for this word of God. എന്നാൽ നമ്മുടെ അധ്വാനം മുഴുവൻ എനിക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി എന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. But all our effort nowadays, we are for our family, our children, everything. നമ്മൾ അറിയാതെ സെൽഫിഷ് എന്ന് പറയുന്ന ചിലന്തി വലയ്ക്കകത്തേക്ക് നമ്മളെ ശത്രു ഒതുക്കുകയാണ്. Without our knowledge, the Satan is rebuking us and said the net of the ഏകദേശം 45 വർഷം കൈകൊണ്ട് എഴുതിയാണ് ആദ്യമായിട്ട് ലാറ്റിനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തത്. 45 years it took to write down their hand from the Latin to English. ആ ജോൺ വൈക്ലിഫിനെ സഭാ മേലധികാരികൾ പിടിച്ചു. And the church administrations that caught John Wycliffe. അദ്ദേഹത്തെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. And they brought him to stand in front to kill him. അദ്ദേഹത്തെ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കാനാണ് അവർ പ്ലാൻ ചെയ്തത്. They planned to pour kerosene upon him and put him on fire. ആ ഓയിൽ ഒഴിച്ച് തന്നെ കത്തിക്കുന്നതിന് മുമ്പ് താൻ പറഞ്ഞൊരു And വാക്യമുണ്ട്. there was a sentence which he said before he went to die. ഹേ നാമധേയ മതമേ, Hey, denominations, ഇത് കോഴി കൂകുന്ന this യാമമാണ്. is the tower of the crows. ദൈവമക്കളെ, ഇതേപോലെ അനേകം കോഴികൾ കൂകിയാണ് നമ്മുടെ കരങ്ങളിൽ ഈ വേദപുസ്തകം എത്തിയത്. There will be many hells which will crow, that only this word is in our heart. ഇന്ന് നമ്മുടെ കയ്യിൽ ഈ വേദപുസ്തകം ഇരിക്കുമ്പോൾ നമ്മൾ അതിന്റെ മാന്യത മനസ്സിലാക്കാതെ പോകരുത്. Many times we don't understand the purport of this Bible. അദ്ദേഹം പറഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ Decades later, he said, ഒരു കഴുകൻ ലണ്ടൻ നഗരത്തിന്റെ മുകളിലൂടെ പറക്കും. a vulture will fly on the top of the London city. അതിന്റെ തൂവലുകൾ പറിക്കാൻ പോലും മതമേ നിന്നെ കൊണ്ട് പറ്റത്തില്ല. What denominations and religion, you can't even pluck one feather of him. നിങ്ങൾക്കറിയാമോ, 100 വർഷം കഴിഞ്ഞപ്പോൾ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രകാശം In കൊടുത്തു. 100 years, Martin Luther King was enlightened with the Holy Spirit. വിശ്വാസത്താൽ രക്ഷ എന്ന് പറയുന്ന അടിസ്ഥാന ഉപദേശത്തിന് വേണ്ടി അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തു. For the doctrine by belief, faith, and salvation was put upon him. ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും മറക്കരുത്, We should never forget. നമ്മുടെ രക്ഷ വിശ്വാസത്താലാണ്. Our salvation is by faith. കർമ്മമാർഗങ്ങൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടുവാൻ പറ്റത്തില്ല. We will never be saved with good deeds. എന്നാൽ ഇന്ന് പകലിൽ നമുക്കൊന്ന് വിശ്വസിക്കാമല്ലോ. This morning, can we believe? എന്താണ് വിശ്വസിക്കേണ്ടത്? What should believe? നിന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു. For your sin, Jesus നിന്നെ died. നരകത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു ജീവൻ കൊടുത്തു. To deliver you from hell, Jesus gave his life. നിന്റെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വാഗതം ചെയ്യാമല്ലോ. Oh, you can receive Jesus to your life. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മുടെ ഭാര്യമാർ പോലും അറിയാതെ ഇരുണ്ടിരിക്കുന്ന ഒരു രഹസ്യ മുറിയുണ്ട്. There is a secret room in our heart which each of us don't know. നമ്മുടെ ഭർത്താക്കന്മാർക്ക് പോലും അറിയാത്തൊരു മുറി നമ്മുടെ ഹൃദയത്തിന്റെ The അകത്തുണ്ട്. husbands never know what is inside our heart. അവിടാണ് പിശാച് വന്ന് കുത്തുന്നത്. And that's where the Satan came and said, എന്നാൽ ഇന്ന് പകലിൽ അവിടെ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ തയ്യാറാണോ? but we open that to Jesus today. ദൈവമക്കളെ, എന്നിട്ട് എങ്ങനെയാണ് യുകെയിൽ ഈ സഭകൾ വളർന്നതെന്ന് അറിയാമോ? You know how the churches in the UK grew. 17, 18, 19 നൂറ്റാണ്ടുകളിൽ ശക്തമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം ഈ മണ്ണിൽ ഇറങ്ങി വന്നു. 17th, 18th, 19th century presence of the Lord came upon this land. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ക്രിസ്ത്യൻ മിഷണറിമാരെ അയക്കുവാൻ ഈ നാടിനെ ദൈവം To ഉപയോഗിച്ചു. the ends of the world, many missionaries were sent from the UK. എന്നാൽ പരിശുദ്ധാത്മാവിനെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾ പരാജയപ്പെട്ടു. But there was a failure from the parents that they didn't hand over the Holy Spirit to the generation. അവർ ഭരണ സംവിധാനങ്ങളിലും പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനുകളിലേക്കും തെന്നി മാറി. Oh, they went to the constitutions and the political administration. ഇത് തന്നല്ലേ ഇന്ന് പെന്തക്കോസ്ത് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. This is what is happening in the world of Pentecost. യേശുവിന്റെ വിശ്വാസി എന്ന് പറയുന്ന എത്ര പേർക്ക് യേശുവുമായിട്ട് ബന്ധമുണ്ട്? How many have a true relationship with God if they say I'm a believer? പല പ്രസ്ഥാനങ്ങളിലും ലോകത്തിലെ പ്രസ്ഥാനങ്ങൾ പോലെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയല്ലേ. Many denominations are getting like the worldly world. നമ്മൾ ആരും വിധിക്കുവാൻ ആരുമല്ല. We are not to criticize anyone. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിന് ഉത്തരവാദി നമ്മളാണ്. But we are responsible for the blood which is running inside our നമ്മുടെ body. വായിൽ നിന്ന് വരുന്ന വാക്കുകളുടെ ഉത്തരവാദി നമ്മളാണ്. We are responsible for the words which come out of our mouth. നമ്മൾ വ്യക്തമായിട്ട് ഇത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട
has to be seriously taken. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളോടെല്ലാം പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കേണ്ട. Paul is saying that after speaking to all these things so that I shouldn't be vulgar. വളരെ എളുപ്പമാണ് പ്രസംഗിക്കാൻ. It is very easy to speak. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. But Christian life is a lifestyle. അതെങ്ങനെയാണ് നമുക്ക് വെളിപ്പെടുന്നതെന്ന് അറിയാമോ? You know how it has been revealed? അത് മറിയ ഇരുന്നത് പോലെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് വെളിപ്പെടുന്നത്. It will be revealed when same like Mary is in the presence of God and speaking. എന്റെ മുമ്പിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. I got only very few minutes left. ഒരു ചാപ്റ്ററൂടെ വായിക്കാൻ ഞാൻ ദൈവത്തിൽ ഉത്സാഹിക്കുന്നു. I want to read one more chapter. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം Gospel of John chapter 11. 19 തൊട്ടൊന്ന് വായിക്കാമല്ലോ. 19th onwards. Hallelujah. Amen. Amen. Hallelujah. Amen. Stop. 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 ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. Stop. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റു അവന്റെ അടുക്കൽ വന്നു. Stop. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു. Stop. വീട്ടിൽ അവളോടുകൂടി ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നതെന്ന് വിചാരിച്ചു. Stop. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം കൊണ്ട് കലങ്ങി. Thank you. ആ വാക്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് പറയാം. മാർത്തയെയും മറിയയെയും മറിയയുടെയും ഏറ്റവും സ്നേഹിച്ച തന്റെ സഹോദരൻ ലാസർ മരിച്ചുപോയി. ഹല്ലേലൂയ. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. The beloved brother of Martha and Mary died. അവിടെ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ വീട്ടിൽ പോയി ഒന്ന് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. We should understand when we meditate on it. കർത്താവ് ആദ്യമേ കടന്നു വന്നില്ല. Jesus didn't come first. കർത്താവ് ലാസർ മരിച്ചു കഴിഞ്ഞിട്ടാണ് കടന്നു He വരുന്നത്. came after Lazarus died. മരിച്ചു കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു 4 വരുന്നത്. days after the death. അന്നേരം മാർത്ത ഓടി വരികയാണ്. കർത്താവിനെ എതിരേൽക്കുകയാണ്. And Martha is going to receive Jesus. എന്നിട്ട് മാർത്ത പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. Martha is saying, Lord, if you were here, my brother would have died. ദൈവമക്കളെ, ഇതൊക്കെ സ്നേഹത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുന്ന വാക്യങ്ങളാണ്. These are the words which shows the love. എന്നാൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, But you should think, എവിടാണ് മറിയ ഇപ്പോൾ? where is Mary? ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. I am thinking like this. തന്റെ സഹോദരൻ മരിച്ചപ്പോൾ യേശു വന്നില്ല എന്നറിഞ്ഞ് യേശുവിനോട് പിണങ്ങി മറിയ വീട്ടിലിരിക്കുകയാണ്. She might be sitting at home thinking that Jesus hasn't come when her brother was sick. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. We can understand that when we read the words again. ആ വാക്യത്തിൽ ആ ചാപ്റ്ററിന്റെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. It says like this. അതിന്റെ 28 വായിച്ചാട്ട്. തന്റെ സഹോദരിയായ മറിയെ സീക്രട്ട്ലി അവൾ വിളിച്ചു. അതിന്റെ 19ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 19th verses. അടുത്ത വാക്യം ഇവിടെ. മറിയയോ വീട്ടിലിരുന്നു. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. രണ്ടുപേരും കേട്ടു യേശു വരുന്നുണ്ടെന്ന്. Both of them heard that Jesus was coming. പക്ഷേ മറിയ വീട്ടിലിരുന്നു. But Mary stayed at home. കാരണം മറിയയ്ക്ക് അകത്തൊരു വിഷമമുണ്ട്. Mary had a sorrow inside. എന്റെ സഹോദരൻ മരിച്ചിട്ടും യേശു വന്നില്ലല്ലോ. My brother has died, but Jesus didn't come. എന്നാൽ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, We have to understand one thing. തനിക്ക് ഹൃദയം മനസ്സിലായ ഒരു വ്യക്തി യേശു അപ്പച്ചന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ, If there is a person with Jesus who knows the heart,
യേശുവിന്റെ ഹൃദയം അറിയാവുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ, there is a person who understands the heart of Jesus, അത് ഏത് വ്യക്തിയാണെങ്കിലും whoever it may be, അവനെ നോക്കി യേശു ഇറങ്ങി വരും. Jesus will come down for him. ഉടനെ മറിയെ കാണാതിരുന്നപ്പോൾ യേശു മാർത്തയുടെ അടുത്ത് പറയുകയാണ്, മാർത്തേ, നീ അവളെ വിളിച്ചുകൊണ്ടുവരണം. Jesus didn't see Mary and he's telling Martha, go and call Mary. ദൈവമക്കളെ, ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയം ഈ ലോകത്തിന് കാണാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ ഹൃദയം കർത്താവിന് കാണാൻ. Maybe the world can't see our heart, but Jesus can see. മറിയയ്ക്ക് ആ ഒരു വാക്ക് കേട്ടപ്പോൾ നിൽക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. Mary, when she heard that word, she didn't stay there. നമ്മൾ യേശുപ്പച്ചന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് കേൾക്കുന്ന വ്യക്തികളാണെങ്കിൽ, If we are the people who are listening to God in His presence, നമ്മുടെ തകർച്ചയിൽ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ റിസൾട്ട് വന്നില്ല എങ്കിലും, in midst of our destruction, maybe we didn't get the right answer. ഉറപ്പായിട്ട് നിങ്ങൾ യേശുവിന്റെ ശബ്ദം കേൾക്കും. But definitely you will hear the voice of God. മറിയയെ തേടി വന്ന യേശു നിങ്ങളെ തേടി വരും. God who seek Mary will come seeking for you. മറിയ ആ വാക്ക് കേട്ടോടനെ ഓടി വരികയാണ് യേശുവിനെ Listening to കാണാൻ. the word, she ran to Jesus. ആ മറിയയുടെ ഹൃദയത്തിൽ യേശു പകർന്ന ആ സ്നേഹത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, Don't think about the love Jesus poured in the heart of Mary. താൻ എല്ലാം വിട്ട് ഓടി വരികയാണ് യേശുവിന്റെ അടുക്കലേക്ക്. Came running to Jesus. യേശുവിനെ കണ്ട ഉടനെ അവൾ വീണ് കാല് പിടിച്ച് നമസ്കരിക്കുകയാണ്. And she followed Jesus and saluted. ഞാൻ ഒരു കാര്യം കൂടെ തൊടട്ടെ. Let me say one more thing. ആരാധനയുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുവാൻ തുടങ്ങും. Oh, in the middle of worship, the presence of God will be there. അവൾ തന്നെത്താൻ താഴ്ത്തി She submitted herself. കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചു. She submitted herself in the presence of Jesus. കർത്താവിന്റെ മുമ്പിൽ വാവിട്ട് കരയുവാൻ Oh, തുടങ്ങി. she cried in the presence of God. ദൈവമക്കളെ, നമ്മളിലൂടെ പല ശുശ്രൂഷകളും വെളിപ്പെടണമെങ്കിൽ ഈ ഹ്യൂമിലിറ്റി ലെവൽ നമ്മളിൽ വെളിപ്പെടണം. Oh, if many work of the Lord has to be manifested, this humility should be in our life. ദൈവം നമുക്ക് തന്നിട്ടുള്ള കൃപാവരങ്ങൾ നമ്മളിൽ ജ്വലിക്കണമെങ്കിൽ നമ്മളിൽ താഴ്മയുടെ സ്വഭാവം വെളിപ്പെടണം. The gift of God has to be revealed and we should be humble. അഹങ്കാരികളെ കർത്താവ് സ്നേഹിക്കുന്നില്ല. God doesn't love the proud. പലരും ശുശ്രൂഷകളിൽ പരാജയപ്പെടാനുള്ള കാരണം അഹങ്കാരം അകത്ത് കടന്നതാണ്. Many times the people that fail in the ministry because they are proud. അവരെല്ലാം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, അഹങ്കാരികളെ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. While they are all in ahead of us, let me tell you one thing, that God doesn't love proud people. എന്നാൽ മറിയയുടെ കരച്ചിൽ കണ്ട ആ വാക്യം വായിച്ചു വരുവാണ്, യേശുവിന്റെ ഉള്ളം നൊന്തു. But we can see that Hallelujah. the tears of Mary, God become. ആ യേശുവും മറിയയും തമ്മിലുള്ള ബന്ധം അങ്ങനെയായി. That is the relation with Jesus and Mary. ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയത്തിലെ വിഷമം കർത്താവിന്റെ കരങ്ങളിൽ ആരാധനയായി സമർപ്പിക്കുമ്പോൾ യേശുവിന്റെ ഹൃദയം കലങ്ങും. This morning, let me tell you that even our problems, we flip the hands of Jesus, my God's heart will be shattered. ആ ഹ്യൂമിലിറ്റിയാണ് സൂപ്പർ നാച്ചുറൽ മണ്ഡലത്തെ ചലിപ്പിക്കുന്നത്. And then your humbleness, your humility will change, start the work of supernatural. ആ നമ്മളിലുള്ള താഴ്മയുടെ സ്വഭാവമാണ് നിത്യതയിലുള്ള ദൈവ സാന്നിധ്യത്തെ നമ്മുടെ ഇടയിലേക്ക് The ചലിപ്പിക്കുന്നത്. nature of our humility will implore or explore the eternity in our life. മറിയയ്ക്കും മാർത്തയ്ക്കും വേണ്ടി ലാസറിന്റെ അടുക്കലേക്ക് യേശു ചെന്നു. And we can see Jesus went close to Lazarus, ലാസറിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. called upon him and ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ in our life, ഏത് ഏരിയകളിലാണ് നമുക്ക് പീസ് ഇല്ലാതിരിക്കുന്നത്? in one area we don't have much peace. ഇന്ന് പകലിൽ ആ ഏരിയ നമുക്ക് കർത്താവിന്റെ കരത്തിലേക്ക് Let's സമർപ്പിക്കാം. submit that area in the hands of God. ആ മറിയ ചെയ്തതുപോലെ Like Mary did. നമ്മുടെ ജീവിതത്തിൽ യേശുവിന് ഒരു സ്ഥാനം കൊടുക്കാമല്ലോ. Give a place to Jesus in our life. വാക്കുകൾക്കും പ്രഹസനത്തെക്കാൾ എല്ലാം അധികമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ മുറികൾ കർത്താവിന് വേണ്ടി തുറക്കാമല്ലോ. More than our talks, more than our communications, open our prayer room for Jesus. സ്വർഗാദി സ്വർഗവുമായിട്ട് സംസാരിച്ച് തുടങ്ങാമല്ലോ. Oh, we can start talking with the heavens. ജീവിതത്തിൽ വന്ന കുറവുകൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയാമല്ലോ. We should confess the mistakes which happen in our life. നമ്മൾ റിസ്ക് എടുത്ത് ദൈവ സാന്നിധ്യത്തിലേക്ക് ഓടിച്ചെല്ലാമല്ലോ. We can take a risk and run to the presence of God. ഒരു നിമിഷം നമുക്കെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് Shall we നിൽക്കാം. all stand up in the presence of ആ God? കർത്താവിനോട് നമ്മൾ സംസാരിച്ചാട്ട്. Oh, talk to the Jesus. കർത്താവ് പശ്ചാ, Lord Jesus, ഇന്ന് ഈ പകലിൽ അടിയങ്ങളെല്ലാം അങ്ങയുടെ കരത്തിലേക്ക് this സമർപ്പിക്കുന്നു. morning we are submitting ourselves to your hands. അപ്പൊ അടിയനോട് പറഞ്ഞത് അടിയൻ ഷെയർ ചെയ്ത പശ്ചാ, Oh, I have shared what you told me. അത് അടിയങ്ങളുടെ എല്ലാം ജീവിതത്തിൽ കർത്താവെ ഒരു പ്രകാശത്തിന് കാരണമാക്കി Let തീർക്കട്ടെ. us be enlightenment in our life. ഈ ദൈവസഭയെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. Bless the church in your ഈ name. സഭയുടെ അതിരുകൾ വിശാലമാകട്ടെ കർത്താവേ. Boundaries be expanded. കാട്ടു പ്രാക്കൾ കൂട്ടത്തോടെ വന്ന് ചേരട്ടപ്പാ. Let the wild birds together come and ഈ join. യുകെയുടെ ഉണർവിന് വേണ്ടി സഭയെ ഉപയോഗിക്കണേ അപ്പാ. Let use the church for the revival of UK. ഈ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തൃദാസിനെ കുടുംബത്തെ അങ്ങയുടെ
ബ്ലസ് ചെയ്യുന്നപ്പാ. bless the servant of the Lord and his family. കൂട്ടു ശുശ്രൂഷക്കാരെ അങ്ങയുടെ കരുത്തിൽ സമർപ്പിച്ച് അനുഗ്രഹിക്കുന്നപ്പാ. All our sisters in prayer. അപ്പാ, എഴുന്നേറ്റ് നിൽക്കുന്ന സകല വ്യക്തികളെയും അങ്ങയുടെ മുറിഞ്ഞ കരുത്തിലേക്ക് ഇന്ന് ഞാൻ സമർപ്പിക്കുന്നു. I submit everyone who is standing here. ഞങ്ങളുടെ ജീവിതത്തിൽ റീസ്റ്റോർ ആകേണ്ട ഏരിയകളിലേക്ക് പരിശുദ്ധാത്മാവേ അങ്ങ് ഇറങ്ങി വരണേ. Let the Holy Spirit enter into the parts of our body which has to be restored. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അങ്ങ് ബിൽഡ് ചെയ്യണേ അപ്പാ. To build our prayer life. ഞങ്ങൾ അക്കരെ നാട്ടിൽ എത്തുന്നതുവരെ ഞങ്ങളുടെ കൂടെ നടന്ന് ആലോചന പറഞ്ഞു തരണേ അപ്പാ. Till we reach the eternity, give us the counsel. മുഴു മഹത്വം അങ്ങയ്ക്ക് മാത്രം കർത്താവേ. Giving all the glory to you. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. ആമേൻ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. എനിക്ക് ഇതേപോലെ അവസരം തന്ന ദൈവസഭയ്ക്കും വിശേഷാൽ ദേവദാസനും കുടുംബത്തിലെ എൻ്റെ സ്നേഹവന്ദനം എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത ബീശാനും ഒത്തിരി നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.